എല്ലാവർക്കും നമസ്കാരം. 1 പത്രോസ് 5:6 ഇങ്ങനെയാണ് പറയുന്നത്. അതായത് പത്രോസിൻ്റെ ലേഖനം ഒന്നാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിൻ കീഴിൽ താണിരിപ്പിനെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി അത് കത്തോലിക്ക ബൈബിളിനകത്തും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. അപ്പോൾ രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. എന്താണ്? നമ്മൾ ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിൻ്റെ കീഴിൽ താണിരുന്നു കഴിഞ്ഞാൽ ദൈവം തക്ക സമയത്ത് നമ്മളെ ഉയർത്തുമെന്ന് വെച്ചാൽ, മറ്റൊരു വചനത്തിൽ നമ്മൾ കാണുന്നല്ലേ, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. അതാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവം ഒരു ഭക്തനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ്? അവൻ്റെ താഴ്മയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റുമല്ലേ. ഇന്ന് പലപ്പോഴും ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വിടുതലുകൾ ലഭിക്കാതെ വരുന്നതും, അല്ലെങ്കിൽ ചില ഉയർച്ചകൾ നമ്മളുടെ ജീവിതത്തിൽ ലഭിക്കാതെ വരുന്നതും, അതല്ലെങ്കിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ വേല ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കൃപാവരങ്ങളെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇതൊക്കെ നമ്മൾക്ക് ലഭിക്കാതെ ഇരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു പരിധി വിട്ട് നമ്മൾക്ക് ഇതിലൂടെയൊക്കെ ദൈവത്തിൻ്റെ ഒരു മഹത്വത്തിന് വേണ്ടി നമ്മൾക്ക് പ്രയോജനപ്പെടുവാൻ കഴിയാതെ പോകുന്നതിൻ്റെ ഒക്കെ പിന്നിലത്തെ കാരണം എന്താണ്? നമ്മളുടെ താഴ്മയില്ലാത്ത ഹൃദയം. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും, അയ്യോ നമ്മൾ ഒത്തിരി താഴ്മയോടെയാണല്ലോ സംസാരിക്കുന്നത്, നമ്മൾ ഒത്തിരി താഴ്മയോടെയാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ഒത്തിരി താഴ്മയോടെയാണല്ലോ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ നമ്മൾക്ക് തോന്നും. ഞാൻ വലിയ ആർഭാടത്തിലല്ലല്ലോ ജീവിക്കുന്നതും എന്നൊക്കെ നമ്മൾക്ക് തോന്നും. എന്നാൽ ദൈവത്തിൻ്റെ വചനം നല്ല ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാകും, നമ്മളുടെ ഹൃദയമാണ് ദൈവം നോക്കുന്നത്, അല്ലേ? അപ്പോൾ ഹൃദയത്തിൻ്റെ ഒരു നിലവാരം എങ്ങനെയാണെന്നാണ് ദൈവം പലപ്പോഴും ചെക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ എന്തെങ്കിലും ഒരു നന്മ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ തന്നെ പലപ്പോഴും വിചാരിക്കും, അല്ലേ, നമ്മൾ ഒരു ശക്തരായ ദേവദാസന്മാരൊക്കെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, എന്താണ്, ഇവരെ പോലെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. ആക്ച്വലി ഇവരെ പോലെ പ്രയോജനപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇവരെ പോലെയുള്ള ഫെയിം, അല്ലേ, നമ്മൾക്ക് കിട്ടണം. ഇവരെ പോലെ നമ്മളിലൂടെ ദൈവം എന്താണ്, അത്ഭുതങ്ങളെ ചെയ്യണം, അടയാളങ്ങളെ ചെയ്യണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും. അത് എന്തിനു വേണ്ടിയാണ്? മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയോ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണോ? ഒരു പരിധി വരെ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മളുടെ ഒരു ഉയർച്ച, അല്ലേ? അങ്ങനെ നമ്മളിലൂടെ അത്ഭുതങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ, അടയാളങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? കൂടുതൽ നമ്മൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അംഗീകാരങ്ങൾ കിട്ടും. നമ്മളുടെ മിനിസ്ട്രി എന്താണ്? വലുതാകും. ഇനി അതുകൂടാതെ എന്താണ്? നമ്മൾക്ക് പൈസ വേണമെങ്കിൽ നമ്മൾ ചോദിക്കുന്ന പൈസ നമ്മൾക്ക് കിട്ടും. അങ്ങനെയൊക്കെയുള്ള പലവിധ വിചാരങ്ങൾ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകും. ഇന്ന് ഓർത്ത് നോക്കുക, നമ്മളുടെ കേരളത്തിന് പുറത്തോട്ട് പോകണ്ട, കേരളത്തിൽ മാത്രം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കാം. ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ നമ്മൾ ഈ സോട്ടും കൂട്ടും ഒക്കെ ഇട്ട് നടക്കേണ്ട കാര്യങ്ങൾ, കല്യാണത്തിനൊക്കെ എല്ലാവരും ഉപയോഗിക്കും, ഓക്കെ ഫൈൻ. അതല്ല ഞാൻ ചോദിക്കുന്നത്, നമ്മളൊരു ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ സ്റ്റേജിൽ, അതായത് പുൾപിറ്റിൽ കയറി നിൽക്കുമ്പോൾ ഈ കേരളത്തിലൊക്കെ എന്തിനാണ് ഈ സൂട്ടും കോട്ടും ഒക്കെ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനൊരു 8 എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, അല്ലേ? എന്തിനാ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ആരായിരിക്കണം? ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവൻ ദാസനായിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഓരോ വിശ്വാസികളെ കുറിച്ചും, അല്ലെങ്കിൽ ഓരോ ക്രിസ്ത്യാനിയെക്കുറിച്ചും ദൈവത്തിന് എന്തുണ്ട്? ഓരോ പദ്ധതികളുണ്ട്. അത് ദൈവത്തിൻ്റെ പദ്ധതികളാണ്. ആ പദ്ധതിക്ക് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? നമ്മൾ ദാസന്മാരാണെന്നുള്ളൊരു മനോഭാവം, അല്ലെങ്കിൽ ദാസിമാരാണെന്നുള്ളൊരു മനോഭാവം നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴേ എന്ത് സംഭവിക്കത്തുള്ളൂ? ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അവിടെ എന്ത് സംഭവിക്കത്തുള്ളൂ? ദൈവത്തിന് മഹത്വം കിട്ടത്തുള്ളൂ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇത് പലപ്പോഴും അങ്ങനെയല്ല. നമ്മളൊക്കെ ഒന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ടതാണ്. ഞാനും ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ആലോചിച്ചു, ദൈവമേ, കറക്റ്റാണ്. നമ്മുടെ എന്തിനേറെ പറയുന്നത്, യൂട്യൂബിലൂടെ ഒരു വീഡിയോ ഒന്ന് വൈറലായി കഴിയുമ്പോൾ നല്ല സന്തോഷമാണ്. അതിനകത്ത് പൈസ കിട്ടുന്നത് വേറൊരു സന്തോഷം. അതല്ല, അതിനെ കഴിഞ്ഞ സന്തോഷം ഒന്ന് വൈറലായല്ലോ എന്നുള്ളൊരു സന്തോഷം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ കാര്യം തന്നെ ഒന്ന് ചിന്തിച്ചതാണ്. ഞാൻ ഓർത്തു, ദൈവമേ, എന്താണ്, ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ ഞങ്ങളുടെ കൃപാവരങ്ങളാൽ നിറയ്ക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തിനാ? കൃപാവരങ്ങളാൽ നിറഞ്ഞു കഴിയുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രയോജനമാകണമെന്നോ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണമെന്നോ ഉള്ള ആഗ്രഹമുണ്ടെങ്കിലും അതിലും അപ്പുറമായിട്ട് നമ്മുടെ ഒരു, അല്ലേ, ഞാൻ എൻ്റെ ഒരു വലിയൊരു ഒരു കാര്യം ഞാൻ ആലോചിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്നെ എല്ലാവരും ഒന്ന് അംഗീകരിക്കണം, എനിക്കൊരു വിലയുണ്ടാകണം, അതൊക്കെ, അല്ലെങ്കിൽ കൂടുതൽ മിനിസ്ട്രിയുടെ വാതിലുകൾ തുറന്നു വരണം. ഇതൊക്കെ നമ്മളൊക്കെ ആഗ്രഹിച്ചു പോകും. ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ആഗ്രഹിച്ചു പോകുന്നതാണ്. ഇതൊക്കെ മനസ്സിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന കൊച്ചു ആഗ്രഹമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഇതൊന്നും ഒരു കുഴപ്പമില്ല എന്ന് നമ്മൾ വിചാരിക്കും. അല്ല, അങ്ങനെയുള്ളൊരു വ്യക്തികളുടെ കരത്തിലോട്ട് എന്ത് സംഭവിക്കത്തില്ല? വലിയ വലിയ കൃപാവരങ്ങളെ ദൈവം തരത്തില്ല. എന്ന് വെച്ചാൽ
ദൈവത്തിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുവാൻ ദൈവം നമ്മളെ എടുത്തുപയോഗിക്കത്തില്ല. അത് നമ്മൾക്ക് ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥകളിലോട്ട് വരാം അല്ലേ. അതിശക്തരായ ദൈവദാസന്മാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട്, പാസ്റ്റർമാരും എല്ലാവരും ഉണ്ട്, ബ്രദർമാരും ഒക്കെ ഉണ്ട്. ഇവരെയൊക്കെ ഇന്നൊന്ന് ആലോചിച്ച് നോക്കിക്കുക. പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചതുപോലെ ഇന്ന് ആരെങ്കിലും അത്ര കാര്യമായിട്ട് പ്രയോജനപ്പെടുന്നുണ്ടോ? പ്രയോജനപ്പെടുന്നവരുണ്ട്, അവരെ പകുതി ആൾക്കാരും അറിയാറില്ല. അങ്ങനെയുള്ളവരുടെ കയ്യിൽ എന്ത് കൊടുക്കത്തുള്ളൂ ദൈവം? ശക്തമായ മിനിസ്റ്ററുകളെ ഏൽപ്പിക്കത്തുള്ളൂ. ഇനി അല്ലാത്തവരൊക്കെ എന്താണ്, സോട്ടും കൂട്ടും ഒക്കെ ഇട്ട് നിൽക്കും, ഭയങ്കര സ്റ്റേജിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് ചാടും, അങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് ചാടും. പിന്നെ എന്താണ്, ഭയങ്കര ആത്മനിറവാണെന്ന് പറയും. ആത്മനിറവ് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, ആത്മനിറവുണ്ടും അതൊക്കെ ഉണ്ട്. പക്ഷേ എന്താണ്, ആൾക്കാരെ അങ്ങ് ഭയങ്കര പുളകം കൊള്ളിക്കും, കൈയടിക്കും, പാട്ട് പാടുക, അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പറയണം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇങ്ങനെയൊക്കെ കുറേ പുറമേയുള്ള ഇളക്കപ്പെരുപ്പമല്ലാതെ എന്തെങ്കിലും കാര്യമായ വിടുതലുകൾ സംഭവിക്കുന്നുണ്ടോ എന്നും നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അത് ശുശ്രൂഷകന്മാരാണെങ്കിലും വിശ്വാസികളാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും ആരാണെങ്കിലും ക്രിസ്ത്യാനികളായ നമ്മളെല്ലാം ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണല്ലേ. പണ്ടത്തെ കാലത്തൊക്കെ എന്തോരം അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരെയും ദൂതന്മാരെ എടുത്തുകൊണ്ട് പോയ ശുശ്രൂഷകളുണ്ടായിരുന്നു. ഇനി അതുകൂടാതെ എത്ര ക്യാൻസർ പേഷ്യൻസ് സൗഖ്യമാകുന്നു. പണ്ടൊക്കെ സൗഖ്യമാകുന്നു, ഇന്ന് സൗഖ്യമാക്കിയവർ പോലും ഇന്നും ആ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ വലിയ കാര്യമായിട്ട് വിടുതലുകളൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഇതിൻ്റെ മൂല കാരണം എന്താണ്? മൂല കാരണം ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് എന്ത് നഷ്ടപ്പെട്ടു? ദൈവസന്നിധിയിലുള്ള നമ്മുടെ താഴ്മ നമ്മൾക്ക് നഷ്ടപ്പെട്ടു. നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ ഷോ ഓഫിന് വേണ്ടിയിട്ട് പലതും കാണിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ ഒന്ന് വിളങ്ങുവാനായിട്ട് നമ്മൾ പലതും ആഗ്രഹിക്കുന്നു. പല കൃപാവരങ്ങളും പ്രാപിക്കുന്നതിൻ്റെ പിന്നിലും, അല്ലെങ്കിൽ കൃപാവരങ്ങളുടെ ദൈവത്തോട് ചോദിക്കുന്നതിൻ്റെ പിന്നിലും അതുകൊണ്ടാണ്. അതൊന്ന് ഓർത്ത് നോക്കി, ഒരു പരിധി വിട്ട് ദൈവദാസന്മാരെ ഒന്നും ഉയരുന്നില്ല. എന്താ കാരണം? ശുശ്രൂഷയിൽ ഉയരുന്നില്ല. കാരണം എന്താ? ഭൗതികമായി ഉയരുന്നുണ്ട്, ശുശ്രൂഷയിൽ ഉയരുന്നില്ല. കാരണം എന്താ? അതിന് കാരണം ഇത് തന്നെ, നമ്മളുടെ ഉള്ളിൽ എന്തില്ല? ഒരു താഴ്മയുള്ള സ്വഭാവമില്ല. നമ്മൾ അതിശക്തമായിട്ട് നമ്മൾ പ്രയോജനപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? ഒരുപാട് മിനിസ്റ്ററുകൾ കിട്ടും, ഒരുപാട് കൺവെൻഷനുകൾ കിട്ടും. ഇതൊക്കെയാണ് ലക്ഷ്യം വെക്കുന്നത് അല്ലേ. അപ്പം ആദ്യ സമയങ്ങളിൽ അങ്ങനെയല്ല. ആദ്യ സമയങ്ങളിൽ ദൈവം ഒരു കൃപാവരം ഏൽപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ സിൻസിയറായിട്ട് അതല്ലേ നമ്മളത് കൈകാര്യം ചെയ്യും. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എന്താണ്? അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മളത് നമ്മളിൽ തന്നെ ഒരു വലിയ മാനമായിട്ട് നമ്മളതങ്ങ് കൊണ്ടു നടക്കും. അപ്പോൾ അങ്ങനെ കൊണ്ടു നടന്ന് കഴിയുമ്പോൾ എന്ത് സംഭവിക്കത്തില്ല? ദൈവത്തിന് ലഭിക്കേണ്ട മഹത്വം ലഭിക്കത്തില്ല. മറ്റുള്ളവരോട് നമ്മൾ കാണിക്കേണ്ട ഒരു കരുണ നമ്മൾ കാണിക്കത്തില്ല. ഇനി ചിലരൊക്കെ, ഞാൻ പലരുടെയും മെസ്സേജുകളൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊന്ന് ജസ്റ്റ് കേൾക്കും. അവരിങ്ങനെ പറയും, ഞങ്ങളിലൂടെ ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്തു എന്നൊക്കെ പറയും. അപ്പോൾ പറയുമ്പോഴും വ്യക്തമായ തെളിവുകളൊന്നും പുറത്തോട്ടൊന്നും വരുന്നില്ല. ഇനി ചിലരെന്താണ്, ചിലരിലൊരു വിടുതൽ ആരംഭിച്ചു കഴിയുമ്പോൾ അല്ലേ, ചില പാസ്റ്റർമാർ അല്ലെങ്കിൽ അച്ഛന്മാരൊക്കെ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഒരു ചെറിയ വിടുതൽ അവിടെ തുടങ്ങി കഴിഞ്ഞു കഴിയുമ്പോൾ അതിനെ ഒന്ന് പൂർണ്ണതയിലേക്ക് എത്തിക്കുവാനുള്ള ക്ഷമ ഇവർക്കില്ല. ഒന്ന് ജനത്തിനൊന്ന് മനസ്സിലായി, എന്നിൽ എന്തൊക്കെയോ ഉണ്ടോ എന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യും? അടുത്ത ആളുടെ അടുത്തോട്ട് പോകും. ഇവിടുത്തെ ആൾക്ക് എന്താണ്? വിടുതൽ പൂർണ്ണമാകത്തില്ല. അതെന്തുകൊണ്ടാണ്? അത് നമ്മുടെ കാര്യം മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ, നമ്മളുടെ പുകഴ്ച മാത്രമേ നോക്കുന്നുള്ളൂ. അതേസമയം നമ്മൾക്ക് ആ വ്യക്തിയോട് കരുണയുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു രോഗശാന്തി അല്ലെ, അതൊന്നും പെട്ടെന്നായിരിക്കില്ല ചിലപ്പോൾ സംഭവിക്കുന്നത്. ചിലപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ ബന്ധനം അഴിഞ്ഞ് വരണമായിരിക്കും. അതുവരെ വെയിറ്റ് ചെയ്യാൻ ഒരു ശുശ്രൂഷക്കാരനോ ശുശ്രൂഷക്കാരത്തേക്ക് ഒന്നും എന്താണ് പറ്റുന്നില്ല, ക്ഷമയില്ല. അതെന്തുകൊണ്ടാണ്? നമ്മൾക്ക് ആ വ്യക്തിയോടും കരുണയില്ല, ദൈവത്തിൻ്റെ നാമം മഹത്വം എടുക്കണം എന്നുള്ള ചിന്തയുമില്ല. പകരം എന്താണ്? നമ്മുടെ നാമം മാത്രം ഉയരണം എന്നുള്ളൊരു ചിന്തയെ പലർക്കുമുള്ളൂ. ഇന്ന് പലരും അതിശക്തമായി പ്രയോജനപ്പെടുന്നുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്ന് പ്രയോജനപ്പെടുന്ന പലതും കുറച്ച് പൊങ്ങും, പിന്നെ താഴോട്ട് ചാടും. പിന്നത്തെ ഓട്ടം മുഴുവൻ എങ്ങനെയാണ്? വെള്ളമില്ലാത്ത മേഘങ്ങളാണ് അങ്ങനെ ഓടുന്നത്. പലതും അങ്ങനെ തന്നെയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ച്, ദൈവമേ കറക്റ്റാണല്ലോ. പലരും ഇന്ന് സൂട്ടും കോട്ടും ഇട്ട്, ഇനി പെണ്ണുങ്ങളെ എടുത്താൽ എന്താണ്, സാധാരണ ഡ്രസ്സിന് പകരം ഒരു ഓവർ കോട്ടൊക്കെ ഇട്ട് ഭയങ്കര ഷോ ഓഫാണ്. വല്ല കാര്യമുണ്ടോ? ഉണ്ട്. പ്രയോജനപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ എവിടെയൊക്കെ പ്രയോജനപ്പെടുന്നുണ്ട്, കുഴപ്പമില്ല, നല്ല സൂപ്പർ മെസ്സേജുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ റിസൾട്ട് എന്താണ്? റിസൾട്ടാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ. നമ്മൾ ഒരു ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നറിയുന്നത് എങ്ങനെയാണ്? റിസൾട്ട് കാണുമ്പോഴാണ് നമ്മളിൽ ശരിക്കും നമ്മൾ പ്രയോജനപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നറിയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഇത് ക്രിട്ടിസൈസ് ചെയ്യുന്നതായിട്ടൊന്നും ആരും എടുക്കണ്ട. ഇനി എടുത്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് മാത്രമേ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? നമ്മളൊക്കെ ദൈവസന്നിധിയിൽ എന്തെങ്കിലും ദൈവം എന്നെ ഒന്ന് ശക്തമായി എടുത്ത് ഉപയോഗിക്കണമേ. ഈ കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ എന്നോടൊരു ആലോചന പറഞ്ഞു. എന്നോട് പറഞ്ഞു,
പണ്ട് ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞ ആലോചന, എന്നോട് പറഞ്ഞു, നിന്റെ നാവിന്മേൽ വലിയ അധികാരം ദൈവം പകർന്നിരിക്കുക, അതിനെ ശക്തമായിട്ട് ദൈവം അതിന്മേൽ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത്, സത്യമാണ്, ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ സംഭവിച്ച ഒരുപാട് ചരിത്രങ്ങൾ എൻ്റെ ലൈഫിൽ എനിക്ക് പറയാനുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെയൊന്നും അത്ര ശക്തമായിട്ട് അവിടെ ഇവിടെയൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ സംഭവിക്കുമെന്നല്ലാതെ പിന്നെ വലിയ കാര്യങ്ങളൊന്നും സംഭവിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് ഈ കഴിഞ്ഞ ദിവസം ഈ ആലോചന ദേവദാസൻ്റെ അടുത്തുനിന്ന് കേട്ടപ്പോൾ ഞാൻ എന്നെ തന്നെ ഒന്ന് റിയലൈസ് ചെയ്ത്, എന്താണെന്നറിയാമോ, പലപ്പോഴും നാവിന്മേൽ അധികാരം പകരുമെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറയുന്നത് സംഭവിക്കും. അപ്പോൾ ഇത് സംഭവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് നന്മയ്ക്കായിട്ട് തിന്മയ്ക്കായിട്ട് ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കും. എന്ന് വെച്ചാൽ ഒരു വ്യക്തിയോട് നമ്മൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നിക്കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചില നെഗറ്റീവുകളൊക്കെ അങ്ങ് പറഞ്ഞു കളയും. അത് ഈ അധികാരം നമ്മളുടെ മേൽ ഇരിക്കുമ്പോൾ ആ നെഗറ്റീവ് ആ വ്യക്തിക്ക് സംഭവിക്കും. അതാണോ ദൈവം ആഗ്രഹിക്കുന്നത്? അതിനുവേണ്ടിയാണോ ദൈവം നമ്മളുടെ മേൽ അധികാരം പകർന്നത്? അല്ല, ഞാൻ അങ്ങനെയൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിൽ ദൈവം അത് ദൈവമല്ല, അതെൻ്റെ ആ ഒരു സ്വഭാവം കൊണ്ട് അതങ്ങ് താന്നുപോയി. എന്നാൽ ദൈവം അത് വീണ്ടും ഓർമ്മിപ്പിച്ചു. അപ്പോൾ ഞാൻ ആദ്യം ദൈവസ്ഥാനത്തിലെടുത്ത് തീരുമാനം, കർത്താവെ, നാവിനെ കടിഞ്ഞാണിടണം. എന്ന് വെച്ചാൽ എന്താണ്? വേണ്ടുന്നിടത്തും വേണ്ടാത്തിടത്തും എടുത്ത് ഉപയോഗിക്കുവാനല്ല, ദൈവത്തിൻ്റെ കൃപയിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രമേ ആ കൃപാവരം പ്രയോജനപ്പെടാവുള്ളേ എന്ന് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ടിടയായി കേട്ടോ. അപ്പോൾ ഇതെൻ്റെ അനുഭവം തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണ്? ഇപ്പോൾ ഞാൻ ഇത് നിങ്ങളോടും പറയുവാൻ കാരണം എന്താണ്? പലപ്പോഴും നമ്മളിൽ എന്താണ് ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ ജ്വലിക്കാത്തത്, അല്ലെങ്കിൽ ചില നന്മകൾ നമ്മൾക്ക് ലഭിക്കാത്തതിൻ്റെയൊക്കെ കാരണം നമ്മളുടെ മനോഭാവങ്ങളിൽ മാറ്റം വരാത്തത് കൊണ്ടാണ് എന്നും എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ ഞാൻ നിങ്ങളോടൊന്ന് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്തിനാണ് ഞാൻ പറഞ്ഞതെന്നറിയാം, കേൾക്കുന്നവരും കൂടി ഒന്ന് എന്നോടൊപ്പം അല്ലേ, നമ്മളെല്ലാവരും ഒന്ന് കറക്റ്റ് ചെയ്യുവാൻ തയ്യാറായി കഴിഞ്ഞാൽ എന്താണ്, ദൈവം ചില നന്മകൾ തരും. ഇനി ചില ഭൗതിക നന്മകൾ എന്തുകൊണ്ടാണ് തടയപ്പെട്ട് കിടക്കുന്നതെന്ന് പറയുമ്പോൾ, ആ നന്മകൾ ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? ആടുമാറും. ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാത്തപ്പോൾ നമ്മൾ പറയും, എല്ലാവരെയും സഹായിക്കണം, അവരെ സഹായിക്കണം, ഇവരെ സഹായിക്കണം, അവർക്ക് വേണ്ടി കൊടുക്കണം, ഇവർക്ക് വേണ്ടി കൊടുക്കണം, ചർച്ചിൽ കൊടുക്കണം, അവിടെ കൊടുക്കണം, മിനിസ്ട്രിക്ക് കൊടുക്കണം, ഇവിടെ കൊടുക്കണം, ഇവിടെ കൊടുക്കണം എന്നൊക്കെ നമ്മൾ പറയും. കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴോ നമ്മളുടെ മനോഭാവം എന്തായിരിക്കുമെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ആ ഒരു ലെവലിലോട്ട്, അതായത് ഇല്ലാതെ ഇരിക്കുമ്പോഴും കിട്ടിക്കഴിയുമ്പോഴുമുള്ള നമ്മുടെ മനോഭാവം ഒരേ ലെവലിൽ പോകുന്നുണ്ടെങ്കിലേ ഇതൊക്കെ ദൈവം നമ്മൾക്ക് തരത്തുള്ളൂ. അതുകൊണ്ടാണ് പലതും ഇന്ന് എന്ത് ചെയ്യുന്നത്, ഇന്ന് അവിടെ ലേറ്റായി ഇരിക്കുന്നത്, അല്ലെങ്കിൽ പല നന്മകളും നമ്മളുടെ കയ്യിൽ വരാത്തത്, പല കൃപാവരങ്ങളും വരാത്തത്, ദൈവം നമ്മൾക്ക് പല നന്മകളും തരാത്തത്, ദൈവത്തിന് വേണ്ടി നമ്മൾ പ്രയോജനപ്പെടാത്തത്, പല ആത്മീയ നന്മകളും നമ്മൾക്ക് ലഭിക്കാത്തതിൻ്റെയൊക്കെ പിന്നിലത്തെ കാരണം നമ്മളുടെ മനോഭാവങ്ങളാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞ് ഇന്ന് ദൈവസ്ഥാനത്തിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, ഒരു താഴ്മയുള്ള ഹൃദയം എനിക്ക് തരണമേ. അങ്ങയുടെ തിരുനാമത്തിന് വേണ്ടി മാത്രം പ്രയോജനപ്പെടുമ്പോൾ കർത്താവെ, അത് മുഴുവൻ മഹത്വവും അങ്ങേക്ക് മാത്രം ഉണ്ടാകണം. എൻ്റെ പേരല്ല കർത്താവെ, അങ്ങയുടെ നാമം മഹത്വം എടുക്കണം. എന്നല്ല ഇന്ന് പോസ്റ്ററുകളൊക്കെ പോകുമ്പോൾ എന്താണ്, ശുശ്രൂഷകന്മാരുടെ പ്രോഫറ്റ്, അപ്പസ്തോലൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പേര് ഇന്ന് മുന്നിൽ വെച്ചിരിക്കുന്നത്. ദൈവം തന്നില്ലെങ്കിൽ ഈ പ്രോഫറ്റ് എവിടെ പോകും? അല്ലേ? ഒന്നുമില്ല. ദൈവം പറഞ്ഞില്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പോയിട്ട് അത് ആൾക്കാരുടെ ജീവിതം പിന്നെ നരകതുല്യമാക്കത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ മറ്റുള്ളവരുടെ ജീവിതം തകർക്കുന്നവരാകാൻ പാടില്ല, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവം തരുന്നത് മാത്രം പറയണം. അപ്പോൾ ചില ദേവദാസന്മാരെയൊക്കെ വിളിച്ചാൽ എപ്പോൾ വിളിച്ചാലും അവരുടെ അടുത്ത് ആലോചനയുണ്ട്. എന്തുകൊണ്ടാണ്? അവരൊക്കെ ഞാൻ വിചാരിക്കും അവരൊന്നും പലപ്പോഴും അറിയപ്പെടുന്ന ദേവദാസന്മാരൊന്നുമില്ല, ഒത്തിരി അറിയപ്പെടുന്ന ദേവദാസന്മാരല്ല. കാരണം എന്താണ്? അവരവരുടെ നന്മ ആഗ്രഹിക്കുന്നതിനെ കഴിഞ്ഞ് അപ്പുറം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ദൈവത്തിന് വേണ്ടി കീഴടങ്ങിയിരിക്കുന്ന ദേവദാസന്മാരാണ്. അങ്ങനെയുള്ളവർ പ്രയോജനപ്പെടും, അല്ലാത്തവർ ഒന്ന് പൊങ്ങിയിട്ട് വീണ്ടും താഴോട്ട് ചാടിപ്പോകും. അതുകൊണ്ട് ആ ഗണത്തിൽ പെടാതെ കർത്താവെ, അങ്ങേക്ക് വേണ്ടി ഒന്ന് താഴ്മയോടെ നിൽക്കുവാൻ, എൻ്റെ ഹൃദയം മറ്റുള്ളവരുടെ മുൻപിലും മനുഷ്യരുടെ മുൻപിലും ദൈവത്തിൻ്റെ മുൻപിലും ഒന്ന് താഴ്മ ധരിക്കുവാൻ ഉള്ളൊരു കൃപ എനിക്ക് തരണമേ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അതാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ന്നിരുന്നു കഴിഞ്ഞാൽ അത് എവിടെയാണ്? ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവേ താഴ്ത്തി തരുന്നു, കർത്താവെ താഴ്ത്തി തരുന്നു എന്ന് പറയുന്നതാണോ താഴ്മ? അല്ലല്ലല്ല, നമ്മൾ താഴ്ത്തി കൊടുക്കണം, അല്ലേ? നമ്മളുടെ ജീവിതത്തിൽ താഴ്മ ഉണ്ടാകണം. അപ്പോൾ അത് നമ്മളുടെ ചിന്തകളാണ് മെയിൻ കേട്ടോ. നമ്മൾ ചിന്തകളെ വലിയ കാര്യമാക്കത്തില്ല, ഈ ചിന്തകൾ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ഈ ചിന്തകളിലും എന്തുണ്ടാകണം? താഴ്മയുണ്ടാകണം. അപ്പോൾ ഇതെല്ലാം ഉണ്ടായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ദൈവം നമ്മളെ ഉയർത്തും. അത് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടിയൊക്കെ ദൈവം നമ്മളെ ഉയർത്തുവാനായിട്ടും തയ്യാറാകുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയും. കഴിഞ്ഞ ദിവസം ദൈവം എന്നെ ശക്തമായി പഠിപ്പിച്ചൊരു പാഠമാണ്. അത് ഞാൻ നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്തതാണ്. കാരണം നമ്മൾക്കൊന്നിച്ച് വിടുതൽ പ്രാപിക്കാം. ദൈവസ്ഥാനത്തിൽ നമ്മളെല്ലാവരും വിടുതൽ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവരല്ലേ? അപ്പോൾ നമ്മൾക്കൊരു വിടുതൽ പ്രാപിച്ചെടുക്കാം. അതിനെ ദൈവസ്ഥാനത്തിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ ഞങ്ങളുടെ നാവിനൊന്ന് കടിഞ്ഞാണിടണം,
തരണമേ. അതിര കവാടത്തിന് കാവൽ ഏർപ്പെടുത്തണമേ. പൊങ്ങച്ചം പറയുന്നവരാകാതെ, അല്ലേ, വലിയ വലിയ പൊങ്ങച്ചം പറയുന്നവരാകാതെ ഞങ്ങളുടെ നാവിനെ ഒന്ന് സൂക്ഷിക്കണമേ. അതുപോലെ തന്നെ ദൈവമേ, താഴ്മയുള്ളൊരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ദൈവം നമ്മളെ ഉയർത്തുക തന്നെ ചെയ്യും. ഈ വചനം എല്ലാവർക്കും ദൈവം ഒരു അനുഗ്രഹമാക്കി തീർക്കട്ടെ. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.